ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ പാർക്കോർ സ്കൈ. ഈ പാർക്കോർ സ്കൈയോബി തീർന്ന് അപ്പം തന്നെ നമ്മളെ ഒരു സർവൈവൽ വേൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പിന്നെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ചുമ്മാ ഇരിക്കല്ലേ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഗൈസ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ എത്ര വട്ടം പറഞ്ഞാലും നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. എന്താണ് പ്രശ്നം? എന്താണ് എൻ്റെ വല്ല ഡിലേ കുഴപ്പം വല്ലതും ആണോ? ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ കംപ്ലൈൻറ്റുകൾ പറയാം. അത് ഞാൻ അടുത്ത വട്ടം തൊട്ട് മാറ്റാൻ നോക്കാം. ഓക്കെ, അപ്പം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞു. അവിടെ ഞാൻ തുടങ്ങാമെന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞാട്ടം ഇവിടെ വെച്ചാണ് നിർത്തിയത്. Let's go. ഓക്കെ, കണ്ടടാ, ഏഴ് പിടിച്ച് കയറാൻ പറ്റുന്നില്ല. What the heck, guys? അവിടെ എന്താണ് കയറാൻ പറ്റാത്തത്? ഞാൻ എത്ര വട്ടം നോക്കിയാലും അവിടെ എനിക്ക് കയറാൻ ഒക്കുന്നില്ല. സോ അറിയാതെ ഞാൻ എൻ്റെ അടുത്ത് ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോയതാണ്. ഓക്കെ എടാ, ഇത് ഭയങ്കര കഷ്ടമാണല്ലേ ഇത്ര രസമാണ്. ഞാൻ മിക്കവാറും ഈ ഒരു വീഡിയോ തീർക്കാൻ നോക്കരുത്. എടാ, ഇവര് തന്നെ തീർക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ണ്ടോ അവിടെ കയറണില്ല. ഞാൻ ആ മൂലകിനി എങ്ങോട്ട് കയറാൻ പോലും സ്ഥലമില്ല. ഞാൻ ആകെ എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ച് നിൽക്കുക. എന്നിട്ട് ഞാൻ അവിടെ കയറാൻ നോക്കുന്നില്ലടേ. അപ്പൊ ഇതായിരുന്നല്ലേ ട്രിക്ക്. ഇങ്ങനൊക്കെ ഇട്ട് താഴെ പിടിച്ചു. ദാറ്റ്സ് എ നൈസ് ട്രിക്ക്. ബട്ട് എനിക്കറിയത്തില്ലായിരുന്നെങ്കിൽ, അപ്പം ട്രിക്ക് മനസ്സിലായിരുന്നെങ്കിലോ. എടാ, ഇവിടെ എത്തിയിട്ട് വീഴാലേ പ്ലീസ്. അല്ല, ഞാനങ്ങനെ പറയില്ല. ഇവിടെ എത്തിയിട്ട് വീഴണേ പ്ലീസ്. യെസ്, വീഴണമെന്ന് പറഞ്ഞാൽ ഞാൻ വീഴും. അല്ല, വീഴല്ലേന്ന് പറഞ്ഞാൽ ഞാൻ വീഴും. വീഴണമെന്ന് പറഞ്ഞാൽ ഞാൻ വീഴത്തില്ല. അതെൻ്റെ ഒരു പ്രശ്നം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അയ്യോ, ചെറിയ ചോങ്. ഞാൻ അറിയാതെ എൻ്റെ ചാനലിൻ്റെ പേര് ചുമ്മാ അടുത്തങ്ങ് മാറ്റി. ഇനി അത് 14 ദിവസം കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ട് ഞാനേ ചാനലിൻ്റെ പേര് ഞാൻ അറിയാതൊരു പൊട്ട പേര് അടിച്ചു കൊടുത്തു. ഞാൻ ചുമ്മാ അടിച്ചു കൊടുത്തതല്ലേ. എൻ്റെ വായി കിട്ടിയപ്പോൾ ഞാൻ അറിയാതെ ഞാൻ വേറെ ഏതോ ഒരു പേരടിക്കാനോ നോക്കി. പക്ഷേ ആ പേരെ വന്നു. 14 ദിവസമായിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുക സുഹൃത്തുക്കളെ. ഞാൻ എഡിറ്റിങ് ഉടനെ പഠിക്കാൻ നോക്കുന്നു. ഈ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് വലിയ ഇതൊന്നും. എക്സാം തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തുള്ളൂ. ഞാൻ എപ്പോഴേ പറഞ്ഞേക്കാം, എക്സാം ഈ മാസമാണ്. ഈ മാസം അവസാനമാണ് തുടങ്ങുന്നത്. ഓക്കെ, എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഒരു വീഡിയോ കാണാം. ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ കാണാം. പോലെ ലോങ് ആയിട്ടുള്ള അപ്പോൾ തന്നെ നമ്മൾ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഒന്നും നോക്കുന്നില്ല. എക്സാം തീരുന്നു, അപ്പോൾ തന്നെ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് എൻ്റെ പ്ലാൻ.
ഉയ്യോ, 10 ലെവൽ. യെസ് ഗോ. ഇതെന്തിനാ സൈഡിൽ ചെയ്യാൻ? എനിക്കിപ്പോഴേ കുറച്ച് എഫക്റ്റ് ഒക്കെ ഇടാൻ തോന്നുന്നു. പക്ഷെ എഫക്റ്റ് ഇടാൻ എനിക്ക് അറിയത്തില്ല. എഡിറ്റിംഗ് അറിയാനെങ്കിൽ എഫക്റ്റ് ഇടാൻ പറ്റത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ശരിക്കുള്ളത് യൂട്യൂബ് വഴിയാണ്. പക്ഷേ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരാഴ്ച കൂടെ ഞാൻ നല്ല വീഡിയോ കുറച്ച് ലോങ്ങായിട്ടുള്ള വീഡിയോ ചെയ്യാം. അടുത്ത ആഴ്ച തൊട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഓക്കെ, അടുത്ത ആഴ്ച വീഡിയോ എടുത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ വെച്ചാൽ എനിക്ക് പനി പിടിച്ച് വയ്യാണ്ടായി. പിന്നെ സൗണ്ട് ഇതായതുകൊണ്ട് പിന്നെ വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി ഒന്നും വരത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴും എൻ്റെ സൗണ്ട് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ സൗണ്ട് കുറച്ച് ഇതാണ് ഗൈസ്. അതെ, സൗണ്ട് കേൾക്കണ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയേണ്ടതാണ്. ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് വീഡിയോ എടുപ്പിക്കാം. ഓക്കെ, ഒയ്യോ, അല്ലെങ്കിൽ ഞാൻ സൗണ്ട് ഇല്ലാത്ത വീഡിയോകൾ എടുക്കാം നോക്കാം. അതായത് സൗണ്ട് പ്രൂഫ് വീഡിയോസ് ഇടാൻ നോക്കാം. നിങ്ങളുടെ ഇഷ്ടം ഗൈസ്. സൗണ്ട് മാറ്റണോ വേണ്ടയോ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഒയ്യോ, ഓക്കെ, അവിടെ എത്തിയിട്ട് എന്താണോ എന്തോ എന്നെ കാത്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഗൈസ്. നമ്മളവിടെ കാണിച്ചില്ല. അതുകൊണ്ട് ആ ഒരു സ്ഥലം കണ്ടോ, അവിടെ നിന്ന് തുടങ്ങിയതാണ്. അതുകൊണ്ട് അവിടെ കണ്ട അവിടെ എത്തിയാൽ മതി നമുക്ക്. ഓക്കെ, അപ്പം അത്രയും ദൂരം ഞാൻ വന്നു ഗൈസ്. കണ്ടാ ഗൈസ്, കണ്ടാ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് നടന്നു. എനിക്ക് ആ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം അന്ന് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നോ അതിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് ഞാൻ അത്ര വീഡിയോ ഒന്നും ഇട്ടില്ല. ഞാൻ പിന്നെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഇതിൻ്റെ വീഡിയോ ആയിട്ടത് പാർക്കോറിൻ്റെ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറേ പൊട്ട വീഡിയോസ് ഇട്ട് ഗൈസ്. ആയിട്ട് കുറേ ആദ്യത്തെ വീഡിയോയ്ക്ക് അതൊരു പൊട്ട ഒരു ടൈറ്റിലാണ് ഞാൻ കൊടുത്തത്. അതെനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ടുള്ള ടൈറ്റിലൊക്കെ ഇടാൻ തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു ഇത്. അതോ പൊട്ട തന്നെയാണോ? എനിക്ക് ടൈറ്റിലൊന്നും ഇടാൻ അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ് ഗൈസ്. ഓക്കെ 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 ഓക്കെ, എന്തൊരു കഷ്ടമാണ് ഇത്. Whoa, don't go. ഞാൻ കറക്റ്റ് ഇത് 5 ബ്ലോക്ക് ആണോ വെച്ചേക്കുന്നത്? മണി ഇപ്പോഴും അത്രയായിട്ട് മാറിയിട്ടില്ല സുഹൃത്തുക്കൾ. മാറിയിട്ടില്ല. ഓ മാൻ, എന്താ പറ്റുന്നതെന്ന് അറിയത്തില്ല. ഇൻട്രസ്റ്റ് കൂടി ഇപ്പം ഞാൻ എല്ലാം മറന്നുപോയി. എൻ്റെ സ്കിൽസ് എടാ അവിടെ എത്തിയാൽ മതി. കമോൺ വിഘ്നേഷ്. അയ്യോ, എൻ്റെ പേര് ഞാൻ അറിയാതെ പറഞ്ഞുപോയി ഗൈസ്.
Juicy. Yo man, this is very tough. Yaar, I am dictating my hoodie, guys. Oh man. Oh man. Oh man. Oh man. സുഹൃത്തുക്കളെ ഇതിന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല സുഹൃത്തുക്കളെ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ട് കേട്ടാ. എടാ വീഡിയോ കുറച്ച് ലോങ്ങായി. ഞാൻ ഇവിടെ ഞാൻ അബദ്ധം കാണിച്ച് ഇവിടെ സുഹൃത്തുക്കളെ. എടാ ഇതെന്തൊരു what the hell is that guy? അതെന്തിരി എന്താണ് ബ്രോ? മൊടയാണോ? ബ്രോ മൊടയാണോ? എടാ അതിൻ്റെ മണ്ടയിൽ ഞാൻ എങ്ങനെ കയറാ? അതിൻ്റെ മണ്ടയിലൊന്നും കയറാൻ പോലും പറ്റത്തില്ല. ചെവി അതിൻ്റെ മണ്ടയിലൊന്നും കയറാൻ അത്രയുള്ള പാർക്കോണൊന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. അത്രയും വലിയ പാർക്കോണൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ നോക്കട്ടെ ഗൈസ്. കഷ്ടം തന്നെ. എടാ ഇതൊന്നേ ഇത് ഭയങ്കര ടഫായിട്ടുള്ളതാന്ന് തോന്നുന്നു. നമ്മൾ ലാസ്റ്റ് എത്തി ഗൈസ്. അതുകൊണ്ട് ടഫാണ് ഗൈസ് ഈ ലെവൽ. പേടിയായി. ഒന്നാമത് ഇവിടെ കയറാൻ നോക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഈ ഒരു സാധനം കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ? ഓ ഫ്രീക്ക് ഗൈസ്. man എടോ അത് ഇങ്ങനെ ഇടോ. അയ്യോ ഞാനേ എൻ്റെ ശരിക്കുള്ള ഡ്രീം ഞാൻ ശരിക്കും ഡ്രീം ആവാൻ പോവാണ്. ഞാൻ ശരിക്കും പറഞ്ഞാണ് ഞാൻ ഡ്രീമൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ഒരു പാവമ്പോഴാണ്. ഡ്രീമിലാണെങ്കിൽ ഞാൻ എപ്പോഴേ മാൻഹണ്ടൊക്കെ കളിക്കണ്ടതില്ലേ? അത് ശരിയല്ലേ? ഡ്രീം ഡിക്കേവിസിൻ്റെ കൂടെ മാൻഹണ്ട് കളിച്ചത് ഞാൻ വേറെ ടെക്നോളജിൻ്റെ കൂടെ മാൻഹണ്ടൊക്കെ കളിക്കുന്നതല്ലേ ഗൈസ്? അത് ഞാൻ പറഞ്ഞ ശരത്തില്ലേ? ഞാൻ പറഞ്ഞു പൊട്ടാ. എടാ എന്താ എനിക്ക് കയറാൻ പറ്റാത്ത? ഇത് ഭയങ്കര ടഫാ. ഇത് ഭയങ്കര ഈസിയാന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് ഭയങ്കര ടഫായി ഗൈസ്. മിക്കവാറും ഈ വീഡിയോ ലോങ് ആവും. പൊട്ട സാധനം കാരണം. എടോ അതിങ്ങനെ കയറാനോ? ഇത് വേറെ ഏത് വഴിയുണ്ട്? ഞാനാണ് ഇങ്ങനെ കയറി. എന്നിട്ട് ഇവിടെ ഞാൻ പിന്നെ കയറിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴും. ഞാൻ ആ മൂലേക്ക് തന്നെ പിടിച്ചു കഴിഞ്ഞാലോ ഓടിക്കഴിഞ്ഞാൽ എങ്ങോട്ടായാലും വീഴും. ഞാൻ പിന്നെ എന്തോ ചെയ്യാനാണ്? ഓ മാൻ ഇവിടെ എനിക്കറിയത്തില്ല. ഞാനെങ്ങനെ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു മ്യൂസിക് ഉണ്ട് ഗൈസ്. എനിക്ക് ഇത് ഞാൻ സ്കിപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല ഗൈസ്. ഞാൻ ഹാർഡ് വർക്കാണ്. അത് ഹാർഡ് വർക്ക് വഴി തീർത്തതാണ്. പിന്നെ ഇത് യെസ്